നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടിള, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. അതിനിടയിൽ CBI വേണമെന്നൊരു ആവശ്യം ഉയരുന്നു. അത് SIT എതിർക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ അന്വേഷണം CBI അന്വേഷിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശം. കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വയ്ക്കുകയാണ്. ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത്. ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അന്വേഷണം നീങ്ങുന്നുവെന്ന് വന്നപ്പോഴാണ് കേസ് അന്വേഷണത്തിന്റെ ഫയലുകൾ വേണമെന്നാവശ്യമായി ED ആദ്യം റാന്നി കോടതിയെ സമീപിച്ചത്. പക്ഷെ അവ നൽകേണ്ട എന്നായിരുന്നു റാന്നി കോടതി ഉത്തരവിട്ടത്. തുടർന്ന് ED ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാനായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകി ED കേസ് വിവരം കൈമാറണമെന്നുള്ള ഉത്തരവ് സമ്പാദിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഫയലുകൾ കിട്ടിയ ശേഷം സ്വർണ്ണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED കേസ് രജിസ്റ്റർ ചെയ്യും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വലുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കി. അതായത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, 10-ാം പ്രതി ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിശദ വിവരം. ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിളയുടെ മൊത്തം 7 പാളികളിലെ സ്വർണ്ണമാണ് കവർന്നത്. കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടുവെന്ന നിർണായക വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവരികയുണ്ടായി. ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് വേർതിരിച്ചത്. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തേക്കാൾ കൂടുതൽ സ്വർണം കണ്ടെത്താനുണ്ടെന്നും അതിനായി അന്വേഷണം നടത്തുകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ നിന്നും, കട്ടിളയുടെ മുകൾപ്പടി ചെമ്പ് പാളിയിൽ നിന്നും, രാശി ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ നിന്നും, കട്ടിളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള പ്രഭാമണ്ഡല പാളിയിൽ നിന്നും, ശ്രീകോവിലെ ദ്വാരപാലക ശില്പപാളികളും അതിന് തെക്കും വടക്കും മൂലകളിലുള്ള പില്ലർ പാളികളും ഉണ്ടായിരുന്ന സ്വർണവും നഷ്ടമായിട്ടുണ്ട്. തിരിച്ചു കിട്ടിയ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109 ഗ്രാം സ്വർണ്ണമാണ്. ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹാജരാക്കിയത് 474 ഗ്രാമാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എത്രത്തോളം സ്വർണ്ണം അപഹരിക്കപ്പെട്ടു? കണ്ടുകിട്ടിയ സ്വർണ്ണം ശബരിമലയിലത് തന്നെയാണോ? ആരാണ് കൊണ്ടുപോയത്? തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതൊരു ആസൂത്രിത കൊള്ളയാണെന്നും കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പാളികളിൽ നിന്ന് ഒരുക്കിയെടുത്ത സ്വർണത്തിൽ പണിക്കൂലി ഇനത്തിൽ കൈവശം വെച്ച 109 ഗ്രാം സ്വർണം കമ്പനി ഉടമ പങ്കജ് ഭണ്ഡാരി ഒക്ടോബർ 25-ന് ഹാജരാക്കിയിരുന്നു. അതുപോലെ ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ നൽകിയ 474 ഗ്രാം സ്വർണത്തിന് പകരമായി അതേ അളവിലുള്ള സ്വർണം അദ്ദേഹം തിരികെ ഒക്ടോബർ 24-ന് ഹാജരാക്കിയിരുന്നു. ബുധനാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ സ്വർണത്തിന്റെ അളവിലും മൂല്യത്തിലും വ്യക്തത കിട്ടിയെന്ന് സൂചനയുണ്ട്. കൊള്ളയടിച്ച സ്വർണം എന്ത് ചെയ്തെന്നും പോറ്റിയും ഗോവർദ്ധനും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു. പൂജ നടത്തിയ സ്ഥലങ്ങൾ, കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങൾ എന്നിവയെക്കുറിച്ചും മൊഴി കൊടുത്തതാണ്. അതേസമയം സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലെ വിവരമടക്കം എല്ലാം അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് നൽകും. കേസുകളിലെ പ്രതികളായ മുൻ തിരുഭവന കമ്മീഷണർ KS ബൈജു, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി വ്യാഴാഴ്ച കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് നീട്ടിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഏറുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വളരെയധികം ഗൗരവകരമാണ്. അതായത് പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റ മാത്രമാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന നിർണായക വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്.
അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കടകംപള്ളിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം, മാത്രമല്ല ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നോക്കാം. SITക്ക് പല കാര്യങ്ങളിലും വ്യക്തത തേടേണ്ടി വരും. ആരെ ചോദ്യം ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. SIT ആരെ ചോദ്യം ചെയ്യുന്നുവെന്ന് നേരത്തെ അറിയിക്കാറില്ല. പ്രതിപക്ഷ നേതാവ് പരിഭവപ്പെടുന്നത് എന്തിനാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ശീലമാക്കിയവരാണെന്നും ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SIT നല്ല നിലയിൽ ചുമതല നിർവഹിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ പരാതികൾ ഇതുവരെയില്ല. മുഖ്യമന്ത്രിയോ ഓഫീസോ ഒരു ഇടപെടലും നടത്തുന്നില്ല. ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. SIT അന്വേഷണത്തിൽ അടൂർ പ്രകാശിന്റെ പേര് വരുന്നത് എങ്ങനെയാണ്? പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞില്ലേ? പോറ്റി ആദ്യം കയറിയത് എവിടെയാണ്? സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ല എന്ന് അടൂർ പ്രകാശ് പറയുന്നു. പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് മഹാ തട്ടിപ്പുകാർക്ക് സോണിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുന്നത്? ഒന്നും പറയാനില്ലാത്തപ്പോൾ കൊഞ്ഞനം കുത്തുകയാണോ വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പത്മകുമാറിനെതിരെ നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരുന്ന് താൻ മറുപടി പറയേണ്ട വിഷയമല്ല എന്നായിരുന്നു പ്രതികരണം. അതേസമയം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടില, ദ്വാര പാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. കേസിന് അന്തർസംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശബരിമല കേസിൽ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.